നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീലക് തോട്ടക്കാട്ടുകര, ജോഷ് മാൾ മുക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വിലാസ്. കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ മാഷു വരുന്നു. ഈ പ്രാവശ്യം ചാലക്കുടി പാർലമെന്റ് ഇടതുപക്ഷം സ്വന്തമാക്കുമോ? ഇതുവരെയുള്ള കണക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. 18ാമത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നവചാലക്കുടിക്കായി മാറ്റമുറപ്പാക്കി മാഷു വരുന്നു. ഇന്നസെന്റിലൂടെ ഇടതുപക്ഷ സ്പർശമേറ്റ ചാലക്കുടി 2014-2019 കാലഘട്ടത്തിൽ 1750 കോടിയുടെ വികസന കുതിപ്പിനാണ് കളമൊരുക്കിയത്. 2019-2024 നഷ്ടപ്പെട്ടു പോയ 5 വർഷം വീണ്ടെടുക്കാനും നവചാലക്കുടിയുടെ സൃഷ്ടിക്കായും പ്രൊഫസർ സി രവീന്ദ്രനാഥ് നയിക്കുന്ന പര്യടനത്തിൽ വോട്ടർമാരായ ആയിരങ്ങളാണ് വന്നു ചേർന്നത്. വിവിധ സ്ഥലങ്ങളിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥിന് നൽകിയ സ്വീകരണം ദൃശ്യങ്ങളിലൂടെ വിജയിപ്പിച്ച് പാർലമെന്റിൽ മതേതരത്വത്തിന്റെ ശബ്ദം ഉയർത്താനുള്ള അവസരമുണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളിവിടെ നൽകിയ നമുക്ക് പറയാനുള്ളതാണ് അതിലൂടെ കടന്നു വരുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മളുടെ വോട്ട് പാഴാക്കരുത് എന്ന് വളരെ പ്രധാനം. എത്ര തിരക്കിലാണെങ്കിലും വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചിന്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനും ഞങ്ങൾ ബാധ്യതപ്പെട്ടവരാണ്. പെൻഷൻ ഇന്ന് 2-3 മാസം മുടങ്ങിയപ്പോൾ ഇവിടെ മറിയാമ്മത്തള്ള അടക്കമുള്ള ആളുകൾ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് സമരം ചെയ്യുന്ന ഒരു സ്ഥിതി
സുവിശേഷമാണ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിച്ചത്. ആ പെൻഷൻ എങ്ങനെ മുടങ്ങി എന്നുള്ള കാര്യം ഇവിടെ സോഷ്യൽ മീഡിയ അടക്കമുള്ള പത്രമാധ്യമങ്ങളിലൂടെ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി. ആ കേന്ദ്രം ഇവിടെ ഈ പറയുന്ന BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഈ നമ്മുടെ കൊച്ചു കേരളത്തെ ഞെരുക്കിക്കൊണ്ട് ഇവിടുന്ന് ലഭിക്കാനുള്ള GST അടക്കമുള്ള സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങളെല്ലാം തടഞ്ഞ് വെക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തെ ഒരു കാരണവശാലും കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് BJP സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ലൈഫ് മിഷൻ പദ്ധതി, ആ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണക്കാരായ ഒട്ടനവധി ജനവിഭാഗങ്ങൾക്ക് ഇവിടെ വീടുകൾ ലഭിക്കുന്ന സാഹചര്യം നമ്മുടെ കേരള ചരിത്രത്തിൽ മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി.